പുരുഷനായി ബ്രഹ്മപരമജഗത്തായി ജ്ഞാനമായ പ്രിയമായിട്ടിരിക്കും നാരായണൻ തന്നോട് ഉപാഖ്യാനം വിജ്ഞാന സംയുതമായി ചിന്മയമായിരിക്കും ഇതിന് പ്രോക്തമായി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തിയോഗവും വൈരാഗ്യത്തെ നാരദന്റെ ആഖ്യാനത്തെയും വിപ്രശാപകാരണമായ മന്നന പരീക്ഷിത്തുതന്റെയും ശുഖമുനീതങ്ങളുടെ വൃത്താന്തവും തമ്മിലെ സംവാദവും ശ്രീ പരീക്ഷിത്തുതന്റെ യോഗധാരണങ്ങളും താപസൻ നാരദന്റെ ചരിത്രം ദാതാവിന്റെ ചരിതം അവർ തമ്മിൽ സംവാദ വൃത്താന്തം ഹരിതന്നവതാരം സർഗവും സർഗത്തിന്റെ പ്രാധാന്യമതും വിദുരോദ്ധവ സംവാദവും ക്ഷത്താവും മൈത്രേയനും തമ്മിലെ സംവാദവും അതിങ്കൽ ചൊന്ന മഹാപുരുഷം സ്ഥിരമായിരിക്കും പുരാണവും ബ്രഹ്മാണ്ഡ സംഭൂതി വൈരാജപുരുഷന്റെ സംഭവം കാലഗതി സ്ഥൂലസൂക്ഷ്മങ്ങൾ പത്മത്തിൽ സമുദ്ഭവം പിന്നെ പാലനവരം ഹിരണ്യാക്ഷനെ വധിച്ചതും തെജക്കിൻ സർഗമതും ഔവണ്ണം പശുപതി തന്നയാ അർദ്ധനാരീശ്വരന്റെ ചരിതം മനുവാം സായംഭവന്തൽ പത്നി ശതരൂപ ഇവർ തൻ ചരിതവും കർദ്ദമവൃത്താന്തവും. അതിങ്കൽ ഭഗവാന്റെ അവതാരമാണ് മഹാമതി അംഗവന്റെ ചരിതം ദേവകൂടിദാനമായി കപില സംവാദം നവബ്രഹ്മ സമുൽപത്തിയും ദക്ഷയജ്ഞത്തിൽ വിനാശവും ധ്രുവന്റെ പൃഥുവിന്റെ ചരിതം ബൽസിന്റെ സംവാദം പ്രിയവൃത ചരിതക്രമങ്ങളും ഈ വണ്ണമെന്നും സംവാദങ്ങളും നാഭിവൃദ്ധം ഋഷഭചരിതവും ഭരതചരിതവും ദീപവശങ്ങൾ സമുദ്രങ്ങളും നദികളും ജ്യോതിർചക്രങ്ങൾ സംസ്ഥാനങ്ങളും പാതാളവും നരകവിസ്ഥാനവും പ്രാണേതസിന്റെ ദക്ഷപുത്രന്മാരുടെ അവർ പുത്രികൾ സന്തതിയും ദേവമാനുഷത്തിലേക്കാദികൾ ഭേദം തത്വാദികളുടെ ജന്മം വൃത്തന്റെ നിരം ബുദ്ധന്മാരാം ദൈത്യതൻ വൃത്താന്തം അസുരാധിപൻ പ്രഹ്ലാദന്റെ ഹരിതമോം നമോ ഭഗവതേ വാസുദേവായ. ദൈത്യേന്ദ്രൻ മഹാബലിചരിതം മന്നന്തരവന്ദനാചരിതം വാരണേന്ദ്രന്റെ മോക്ഷം മന്നന്തരത്തിരവതാരങ്ങൾ കൂർമ്മ മത്സ്യവാമന നരസിംഹാദിവതാരങ്ങൾ വിഷ്ണു തന്നെ അങ്ങീയുന്നതും പാൽക്കടൽ മഥനവും ദൈത്യദേവന്മാർ യുദ്ധം രാജവംശാനുവൃത്തം ഇക്ഷ്വാകുതന്റെ ജന്മം തത്വം ശവിസ്താരവും ഇളതന്റോപാഖ്യാനം താരോപാഖ്യാനം സൂര്യവംശാനുവൃത്തം സോമനാദികൾ തന്റെ കഥ ശരിയാധിക ആകൃഷ്ടന്റെ മാന്ധാദാസകരന്റെ ബുദ്ധിമാൻ ഖഡ്വാങ്കന്റെ സൗഭര്യമുനിയുടെ തത്ര ശ്രീരാമവൃത്തം നിമിതന്റെ ഹത്യാഗം ജനകന്മാരുടെ സംഭവം ഭിന്നശേഷം പരശുരാമജന്മം ക്ഷത്രിയ വിനാശനം സോമവംശത്തിൻ ജന്മമായിളന്റെ ചരിതവും നഹുഷന്തന്റെ വൃത്തം ദൗഷന്തൻ ഭരതന്റെ ശന്തനുവിന്റെ അവൻ തന്നെ പുത്രവൃത്തം മന്നവന്യ യാദ്യന്തരിതം യദുവിന്റെ സന്തതിജാതങ്ങൾ തൻ ചരിതവയെല്ലാം അവിടെ ജഗദീശനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ കൃഷ്ണനായി വസുദേവന്റെ വംശയെ ജനിച്ചു ഗോകുലത്തിൽ വളർന്ന് കഥകളും. ഓം നമോ ഭഗവതേ വാസുദേവായ. പൂതനാമോക്ഷം ഭയമാനവും സകടനെ ഹനിച്ച വൃത്താന്തവും പിന്നെയും തൃണാവർത്തനെന്നവൻ തന്റെ വധം ശിശുവിന്റെ വൃത്താന്തവും ബഗന്റെ വധം അഘാസുരന്റെ വത്സന്റെയും ദേനുകനവൻ തന്റെ ഭ്രാതാക്കൾ വധങ്ങളും പ്രലംബവധം ഗോപന്മാരുടെ ദരിതവും അഗ്നിപാലവും കാളിയൻ തന്റെ മതകരം നന്ദമോചനം
ഗോപകന്യമാർ പ്രഭുജഭഗ്നിമാർ വന്ന വൃത്താന്തം അവരോട് അജൻ അച്യുതൻ പ്രസാദിച്ച ഒരു ദരിതവും ദേവേന്ദ്രയാഗവിഘ്നം ഗോവർദ്ധനോദ്ധാരണം ഗോപികമാരുമായി രാസക്രീഡയും പിന്നെ ശംഖചൂടന്റെ വധം അരിഷ്ടവധം പിന്നെ വമ്പനാംകംസന്റെ മന്ത്രവും കേശീവധം നാരദസ്തുതി വ്യോമവധവും അക്രൂരന്റെ സാരചിന്തനം മധുരാമുരിമുക്ക് പിന്നെ രാമകൃഷ്ണാദികളോടുള്ള സംഭാഷണവും സാമോദം അക്രൂരന്റെ സ്തുതിയും യാത്രകളും മധുരാപ്രവേശനന്റെ ജഗപദാദിയും അധുനാ ധനുർഭംഗം കംസന്റെ സ്വപ്നവൃത്തം വാരണവീരവധം മല്ലനിഗ്രഹങ്ങളും ക്രൂരനാംകംസവധം താതമാതാക്കൾ മോക്ഷം ഗോപന്മാരുടെ യാത്ര രാമകൃഷ്ണന്മാർ തന്റെ കേവല വിദ്യാഭ്യാസം ഗുരുദക്ഷിണ പിന്നെ ഗോകുലേ ഉദ്ധവന്റെ യാത്രയും സംവാദവും ഓം നമോ ഭഗവതേ വാസുദേവായ ഗോകുലജനന്ദാഭങ്ങൾ ശാന്തിയും സൈലന്റിലേക്ക് അനുഗ്രഹം അക്രൂരാനുഗ്രഹം സാധനവക്രൂരൻ തങ്കത്തിനും പൊക്കവാറും വീരനാജരാസുണ്ടാരുമാ യുദ്ധങ്ങളും പാരാറ് ദ്വാരകി നിർമ്മിച്ച വൃത്താന്തവും യവനാഥം മുതുകുന്നവന്റെ അനുഗ്രഹം യുവതീ മണിയം രുക്മിണിയെ വേട്ടവാറും കോരനാം ജനാസന്താനികളെ ജയിച്ചതും പുരുഷർക്കും പ്രത്യുഗ്നോത്ഭക്തി ശമ്പരന്റെ വധവും യമന്തകപ്രാപ്തിയും ജാമവത്യ അഭിനവിവാഹം മാമയ്യേ വിവാഹം സരത്വൻവദം മിഥിലരാജ്യം തന്നെ മതിമാൻ ബലഭദ്രൻ വസിച്ച ചരിതവും ഓം നമോ ഭഗവതേ വാസുദേവായ അക്രൂരൻ ഋതവർമ്മ തന്നോട് ദേശയാത്ര ശക്രനന്ദനാകും അർജുന സാരഥ്യവും കാണിത്തെയും മിത്രവൃന്ദാദികളെ വിവാഹവും ചീളെന്ന മുരനരകന്മാരെ വധിച്ചതും പാരിജാതകരണം 16,000 നാരികളുടെ പാണിഗ്രഹണം ചെയ്തവാർ രുക്മിണി പരീക്ഷയും പ്രദ്യുമ്ന വിവാഹവും വിസ്മയം അനിരുദ്ധ വൈവാഹേ രുക്മിവധം ബാണയുദ്ധവും മൃഗമോക്ഷവും ബലഭദ്രൻ താനേ പോയി വൃന്ദാവനം പ്രാപിച്ച വൃത്താന്തവും യമുനാകർഷണവും മാധവൻ പൗണ്ഡ്രകനേ സമരേ